നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ നഗരത്തിൽ മാസ് ക്ലീനിംഗ് സംഘടിപ്പിച്ചു. അംഗൻവാടി വർക്കർമാർ, ആശാപ്രവർത്തകർ, ഹരിതസേനാംഗങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ മാസ് ക്ലീനിംഗിന്റെ ഭാഗമായി. നഗരസഭാ ചെയർമാൻ പി എൽദോസ് മാസ് ക്ലീനിംഗ് ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മൂവാറ്റുപുഴ നഗരസഭയിൽ തുടക്കമായി. 10 പേരടങ്ങുന്ന 25 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നഗരത്തിലുടനീളം ഒരു പകൽ നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിക്കുകയും ഓടകൾ വൃത്തിയാക്കുകയും ചപ്പുചവറുകൾ നീക്കം ചെയ്യുകയും പുല്ലും കാടും വെട്ടിമാറ്റുകയും ചെയ്തു. അംഗൻവാടി വർക്കർമാർ, ആശാപ്രവർത്തകർ, ഹരിതസേനാംഗങ്ങൾ, സാമൂഹിക പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, നഗരസഭാ കണ്ടീജന്റ് ജീവനക്കാർ, വാക്കിംഗ് ക്ലബ് അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. നഗരസഭാ ചെയർമാൻ പി എൽദോസ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലീൻ സിറ്റി മാനേജർ എ നൌഷാദ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സൗമ്യ പ്രദീപ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ RS സുനിത, സുധീഷ്, ബിന്ദു, ഷീജ, ശ്രീജി തുടങ്ങിയവർ നേതൃത്വം നൽകി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് സ്ഥാപനങ്ങളിലും നാളെ ഓഫീസുകളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കും. ഇതിനു പുറമെ 18, 19 തീയതികളിൽ 28 വാർഡുകളിലും ശുചീകരണം നടത്തും. പകർച്ചവ്യാധികൾക്ക് കാരണമാകും വിധം കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും ഒഴിവാക്കണമെന്ന് നഗരസഭാ ചെയർമാൻ പി എൽദോസ് പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൽ സലാം, വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നിസ അഷ്റഫ്, മീര കൃഷ്ണൻ, കൗൺസിലർമാരായ PV രാധാകൃഷ്ണൻ, അമൽ ബാബു, ജോളി മണ്ണൂർ, CDS ചെയർപേഴ്സൺ PP നിഷ തുടങ്ങിയവർ പങ്കെടുത്തു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ